ഫുക്രിയിലേക്ക് സ്വാഗതം. സിംബാബ്വേക്കെതിരായ 2020 പരമ്പര ഇന്ത്യക്ക് രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ കൂറ്റൻ വിജയം നേടി. 90 റണ്ണിനാണ് സിംബാബ്വെ തോൽപ്പിച്ചത്. ആദ്യ 2020 മത്സരവും ഇന്ത്യ ജയിച്ചിരുന്നു. ഇതോടെ 3 മത്സരങ്ങളുടെ പരമ്പരയിൽ 2-0 ഇന്ത്യ മുന്നിലായി പരമ്പര നേടി. ഇനി മൂന്നാമത്തെ ഒരു മത്സരം കൂടി ബാക്കിയുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുകയും 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺ അടിക്കുകയും ചെയ്തു. ഇന്ത്യക്ക് വേണ്ടി ഇഷാൻ കിഷൻ 81 റൺ അടിച്ചപ്പോൾ തിലക് വർമ്മ 60 റണ്ണുമായി പുറത്താകാതെ നിന്നു. ഇവർ രണ്ടുപേരുടെയും ബാറ്റിംഗ് ആണ് ഇന്ത്യയെ കൂറ്റൻ സ്കോറിലേക്ക് എത്തിച്ചത്. ആ പിച്ചിൽ 219 റൺ അടിക്കുക എന്നത് വലിയ കാര്യമായിരുന്നു. അത് ഒരു ഘട്ടത്തിലും സിംബാബ്വേക്ക് പിന്തുടരാൻ കഴിഞ്ഞില്ല. സിംബാബ്വെ 129 റണ്ണിന് 17.5 ഓവറിൽ 129 റണ്ണിന് എല്ലാവരും പുറത്തായി. ഇന്ത്യക്ക് വേണ്ടി യാഷ് താക്കൂർ 2, പ്രിൻസ് യാദവ് 2, അഭിഷേക് ശർമ്മ 3 വിക്കറ്റ് വീഴ്ത്തി. യാഷ് താക്കൂർ 2, പ്രിൻസ് യാദവ് 2, അഭിഷേക് ശർമ്മ 3 ഇങ്ങനെയാണ് വിക്കറ്റുകൾ വീഴ്ത്തിയത്. പിന്നീട് രവി ബിഷ്ണോയ്, ശിവം ദുബെ, തിലക് വർമ്മ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിഗംഭീരമായ ഒരു വിജയം. ഇംഗ്ലണ്ടിനെതിരെയും അയർലൻഡിനെതിരെയും, അതിനുമുമ്പ് അയർലൻഡിനെതിരെയും പരമ്പരകൾ നഷ്ടപ്പെട്ട ഇന്ത്യക്ക് ഇതൊരു വലിയ ആശ്വാസമായി. സിംബാബ്വേക്കെതിരായ പരമ്പര ജയിച്ചു. ശ്രേയസ് അയ്യരുടെ കീഴിലുള്ള ആദ്യത്തെ പരമ്പര ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ ആദ്യത്തെ പരമ്പര ഇന്ത്യ നേടിയിരിക്കുന്നു. അയർലൻഡിനെയും ഇംഗ്ലണ്ടിനുമെതിരെ തോറ്റതിൻ്റെ ക്ഷീണം ഇന്ത്യ ഇതോടെ തീർത്തിരിക്കുന്നു. എന്തായാലും ശ്രേയസ് അയ്യർക്ക് തീർച്ചയായും ആശ്വസിക്കാം.